സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 18 വരെ. യേശു വളർന്ന നസ്രയത്തിൽ വന്നു. ശബ്ബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം യേശുവിന് കൊടുത്തു. യേശു പുസ്തകം വിടർത്തി. ദരിദ്രന്മാരോട് സുവിശേഷമറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 19 വരെ നാം ധ്യാനിക്കുമ്പോൾ യേശുവിൻ്റെ ജീവിതത്തിലെ ചരിത്ര നാളുകളിൽ ഒരു ഭാഗമാണ് നാം കാണുന്നത്. പ്രത്യേകിച്ച് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4:16 വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം, യേശു തൻ്റെ പതിവ് പോലെ ദൈവാലയത്തിൽ ചെന്നു എന്നാണ്. അതെ, ഒരു ദൈവപൈതലിന് അനുകരിക്കുവാൻ, സ്വീകരിക്കുവാൻ, കൈക്കൊള്ളുവാൻ അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു നല്ല ശീലമാണ് ദൈവാലയത്തിൽ പോവുക എന്നുള്ളത്, ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്, ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത്. ഇത് ഓരോ ഭക്തനും അത്യന്താപേക്ഷിതമാണ്. ഇത് ദൈവപുത്രൻ തന്നെ നമുക്ക് കാട്ടിത്തന്നിരിക്കുകയാണ്. യേശു തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്നു എന്നുള്ളത്. അതെ, നമുക്ക് ദൈവാലയത്തിൽ പോകുന്ന ഒരു പതിവുണ്ട്. ആ പതിവ് മുടക്കാനായിട്ട് പാടില്ല. ആ പതിവ് നാം തുടർന്നാൽ അത് വലിയ നന്മയ്ക്ക് കാരണമായി തീരും. യേശു തന്നെ നമുക്ക് കാട്ടിത്തന്നതും അപ്പോസ്തലന്മാർ അനുകരിച്ചതുമായ ഒരു നല്ല ശീലമാണ് ഇവിടെ നാം കാണുന്നത്. ദൈവാലയത്തിൽ കടന്നു പോകുന്നതിലൂടെ നമുക്ക് ദൈവ സാന്നിധ്യം ലഭിക്കുന്നു, ദൈവിക ശക്തി ലഭിക്കുന്നു, ദൈവിക സൗഖ്യം ലഭിക്കുന്നു, ദൈവികമായിട്ടുള്ള അഥവാ ആത്മീയമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ആത്മീയ മൂല്യങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്ന അഥവാ ആത്മീയ മൂല്യങ്ങളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇവിടെ യേശുവിൽ നിന്ന് ഇന്ന് പ്രഭാതത്തിൽ നാം സ്വീകരിക്കേണ്ട ഒരു അനുഗ്രഹം, ഒരു നന്മ, ഒരു മാതൃക, യേശു തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ പതിവായി അഥവാ തുടർമാനമായി നിരന്തരമായി മുടങ്ങാതെ ദൈവാലയത്തിൽ പോകുന്ന ആ ഒരു ശീലം നമുക്കുണ്ടാകണമെന്നുള്ളതാണ്. അനേകർ പതിവായി ദൈവാലയത്തിൽ പോകേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നു. എന്നാൽ തിരുവചനം നമുക്ക് കാട്ടിത്തരുന്ന മാതൃക, പ്രത്യേകിച്ച് ഇന്ന് നാം വായിച്ച വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം നോക്കുമ്പോൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, അപ്പോസ്തലന്മാർ, ക്രിസ്തു ശിഷ്യർ, ക്രിസ്തു ഭക്തർ അവരൊക്കെ പതിവ് തെറ്റിക്കാതെ പതിവ് പോലെ
ദൈവാലയത്തിൽ പോകുന്ന നല്ല ശീലത്തിന് ഉടമകളായിരുന്നു. നമുക്കും അവരെ അനുകരിച്ചുകൊണ്ട് പതിവായി ദൈവാലയത്തിൽ കടന്നുപോയി ദൈവത്തെ ആരാധിച്ച് അനുഗ്രഹീതരാകാം. ആമേൻ.